Hi, this is the third video of our series Prelims in 5 months. I am Vinayak, you're watching UPSC Vault and let's get started. പലരും പറയും പല സാധനങ്ങളും ഒരുമിച്ച് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അതായത് പ്രസിഡന്റ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഗവർണർ പഠിക്കണം, CM പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രൈം മിനിസ്റ്റർ പഠിക്കണം എന്ന്. അത് പഠിക്കണം, പക്ഷേ അത് നമ്മൾ സെക്കൻഡ് തേർഡ് റിവിഷൻ ടൈമിലാണ്. നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കൊല്ലം പ്രിപ്പയർ ചെയ്ത് പ്രോപ്പറായി പഠിച്ചില്ല എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ വീണ്ടും ലക്ഷ്മികാന്ത് എടുത്ത് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെയാണ് ട്രൈ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന രീതി, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞിരുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ നോക്കുമ്പോൾ നമ്മൾ എടുക്കുന്നത് പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി എന്ന് പറയുന്ന പോർഷനാണ് നോക്കുന്നത്. കാരണം എളുപ്പമായിട്ടുള്ള ഏരിയാസാണ്, ഇൻട്രൊഡക്ടറി ഏരിയാസിൽ വരുന്ന ഒരു ഫസ്റ്റ് ഏരിയ ആയതുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും ഇപ്പോൾ നോക്കുന്നില്ല. നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ പിന്നീട് നോക്കിയാൽ മതി. ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, പക്ഷേ ഇത് പിന്നീട് നോക്കാം. കാരണം ഇവിടുന്ന് വരുന്ന ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് എളുപ്പമായിട്ടുള്ള ചോദ്യങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾ PYQയിലൂടെയും അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മോക്കുകളിലൂടെയും ഓൾറെഡി കാണാൻ വേണ്ടി പോവുകയാണ്. സോ ഇതിന് വേണ്ടിയിട്ട് ഇപ്പം ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പല പോർഷൻസും അതുപോലെയാണ്. കാരണം നമ്മൾ കുറേ എഫേർട്ട് ഇട്ടതിന് ശേഷം പോലും ചിലപ്പോൾ കൺഫ്യൂസിങ് ആയ ചോദ്യം വന്നാൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഏരിയാസാണ് പലതും. സോ അതുകൊണ്ട് തന്നെ നമ്മളത് ക്വസ്റ്റ്യനിലൂടെ പരിചയപ്പെടാനാണ് ശ്രമിക്കേണ്ടത്. പക്ഷേ ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പോർഷൻസ് ആയതുകൊണ്ടാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് ഇവിടെ പറയുന്നത്. സോ ലക്ഷ്മികാന്തിൽ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ്സ് യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്ന ഭാഗമാണ്. സെക്കൻഡ് നമ്മൾ നോക്കേണ്ടത് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ സിറ്റിസൺഷിപ്പ്. ആദ്യം സിറ്റിസൺഷിപ്പ് നോക്കുക, കാരണം അത് ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ കുറച്ച് എളുപ്പമായിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം നിങ്ങൾ ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതാണ് അടുത്ത കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക്. അതിനുശേഷം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, അമെൻമെൻറ്റ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കാരണം നമ്മൾ ഒരു സ്റ്റെപ്പായിട്ടാണ് കയറാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്നാൽ എല്ലാം അതേ ഓർഡറിലും അല്ല നമ്മൾ പഠിക്കുന്നത്. കാരണം ഇതിനൊക്കെ ഒരു കണക്ഷൻ ഉണ്ടാകും. നിങ്ങൾക്ക് നോക്കുമ്പം ഒരു പാർട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അടുത്തത് വരുന്നതെന്ന് മനസ്സിലാകാം. അതിനുശേഷം വേണം നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എടുത്തിരിക്കാൻ. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നമ്മൾ കുറച്ച് കൂടുതൽ സമയവും കുറച്ച് കൂടുതൽ ദിവസവും സ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം അത് വളരെ വലിയൊരു ഏരിയ ആണ്. പക്ഷേ അതുപോലെ തന്നെ ഈ ഏരിയ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ PYQസിൻ്റെ ആ പോർഷൻസ് വളരെയധികം കെയർഫുള്ളി അനലൈസ് ചെയ്യണം. കാരണം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3-4 ദിവസങ്ങളൊക്കെ ഇരുന്നതിന് ശേഷം നമുക്ക് മനസ്സിലാവാത്ത ക്ലിയർ ആവാത്തൊരു ഏരിയ ആണ്. സോ ഇവിടുന്ന് എന്താ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പഠിക്കാൻ വേണ്ടി പാടുള്ളൂ. അതും സ്പെസിഫിക് ആയിട്ട് വേണം നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പഠിക്കാൻ. നെക്സ്റ്റ് പാർട്ടിലേക്ക് വരുമ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന പോർഷൻസ് ആണ്. ഇവിടെ നമ്മൾ പ്രസിഡൻറ്റ്, അതിനുശേഷം വൈസ് പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ നോക്കണം. ഇവർ 3 പേരുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേജർ അപ്പർ ലെവലിൽ വരുന്ന ആളുകൾ. അതിനുശേഷമാണ് നമ്മൾ സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് നോക്കുന്നത്. കാരണം അവർ എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ സെൻട്രൽ ലെവലിൽ എന്തൊക്കെയാണുള്ളതെന്ന് അറിയണം. സ്റ്റേറ്റ് ലെവലിലേക്ക് അറിയണം, പക്ഷേ അത് പിന്നീട് ലോവർ ഫോക്കസ് വരുന്ന ഏരിയയാണ്. ചോദ്യങ്ങൾ വരില്ല എന്നല്ല, ലോവർ ഫോക്കസ് ആണ്. അതിനുശേഷം സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് നോക്കാം. കാരണം അതിൻ്റെ ചോദ്യങ്ങൾ വളരെയധികം റിപ്പീറ്റേറ്റീവ് ആയിട്ട് വന്നിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം വേണം ഇൻ്റർ സ്റ്റേറ്റ് റിലേഷൻസ്. ഈ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റും ഇൻ്റർ സ്റ്റേറ്റ് റിലേഷൻസും എപ്പോഴും നമുക്ക് ചോദ്യം വരുന്നത് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, ആരാണ് ഇതിൻ്റെ മീഡിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഇത് ഹൈക്കോടതിയിലേക്കോ സുപ്രീം കോടതിയിലേക്കോ പോകാൻ സാധ്യതയുണ്ടോ, ഇതൊക്കെയാണ് ചോദിക്കാറ്. സോ ഇത് മനസ്സിലാക്കാൻ ഈ പോർഷൻ വായിക്കാം. പിന്നെ ഞാൻ മിസ് ചെയ്തു പോയി, പക്ഷേ ഈ പറഞ്ഞ ഓർഡറിൽ നമ്മൾ എമർജൻസി പ്രൊവിഷൻസും കൂടി നോക്കണം. കാരണം പ്രസിഡൻറ്റും പ്രൈം മിനിസ്റ്ററും ഒക്കെ ആണല്ലോ ഈ എമർജൻസി പ്രൊവിഷൻസിൻ്റെ ഭാഗമായി വരുന്നത്. അത് ബാധിക്കുന്നത് എന്നാൽ ആരെയാണ്? നാഷനെയും ബാധിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റിനെയും ബാധിക്കാം. സോ ആ രീതിയിൽ വേണം അത് നോക്കാൻ. അതിനുശേഷം പാർലമെൻറ്റ്. പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓർഡറിൽ ഈ പാർലമെൻറ്റിന് ശേഷം വരുന്ന പോർഷൻസ് കണ്ടോ, അത് നമുക്ക് പിന്നീട് നോക്കാം, അല്ലെങ്കിൽ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം 1 അത് കൺഫ്യൂസിങ് ആണ്, 2 അത്ര ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല. പിന്നെ നമ്മൾക്ക് സുപ്രീം കോർട്ടും ജുഡീഷ്യൽ റിവ്യൂവും ആക്ടിവിസവും നോക്കാം. ഇതൊക്കെ കുറച്ചുകൂടി ഒരു ഫ്ലോയിൽ വരുന്ന ഏരിയാസ് ആയതുകൊണ്ട് ആ ഫ്ലോയിൽ തന്നെ നോക്കിയാൽ മതി. പിന്നെ വരുമ്പോൾ ഞാനിവിടെ ഈ പേജിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കാം. കാരണം ഒന്നും സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളല്ല.
പിന്നീട് വരുമ്പോഴാണ് നമ്മൾ നോക്കേണ്ടത് പഞ്ചായത്ത് നോക്കുക, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നോക്കുക. അതിനുശേഷം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും നോക്കുക. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും കുറച്ച് ടൈം എടുത്തിട്ട് വേണം നോക്കാൻ, കാരണം അതിലും സ്പെസിഫിക് ആയിട്ടുള്ളത് വേണം നോക്കാൻ. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് വേണം നിങ്ങൾ ആദ്യം നോക്കാൻ. അതിനുശേഷം വേണം ബാക്കി വരുന്നത് നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് PDF-കളിലോ നിങ്ങളുടെ റിസോഴ്സുകളിൽ നിന്നോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ ഇത്രയും ആണ് എനിക്ക് പറഞ്ഞു തരാനുള്ള പോർഷൻസ്. ഈ പോർഷൻസിന് ശേഷം വേണം നിങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യാനും. ഇത് റിവൈസ് ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടെടുക്കും. ഫസ്റ്റ് റീഡിങ്ങിന് ശേഷം വേണമല്ലോ റിവൈസ് ചെയ്യാൻ. അപ്പോൾ അതിന് ശേഷം വേണം നിങ്ങൾ പൊളിറ്റിയുടെ എക്സ്ട്രാ പോർഷൻസും ക്വസ്റ്റ്യൻസും ഒക്കെ കാണാനും മനസ്സിലാക്കാനും. ഇതാണ് നിങ്ങളുടെ ലക്ഷ്മികാന്തിൻ്റെ ബേസിസ്. ഈ ലക്ഷ്മികാന്തിൻ്റെ ബേസിസ് വെച്ച് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 50% ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനും സോൾവ് ചെയ്യാനും പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഈ പോർഷൻസ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. വീഡിയോ കുറച്ച് ഫാസ്റ്റായി പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലോ ആക്കി ഒരു 0.75-ലോ 0.5x-ലോ ഇട്ട് കേൾക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കാം. ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ PDF ഞാൻ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മെയിലായിരുന്നു നോക്കാൻ വേണ്ടി പറ്റും. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കാരണം സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് വരുമ്പോൾ അറിയാൻ വേണ്ടി പറ്റുക. എൻ്റെ പ്ലേലിസ്റ്റ് പോയി ചെക്കൗട്ട് ചെയ്യുക, കാരണം ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. യു ഗോട്ട് ദിസ്, നിങ്ങളെ കൊണ്ട് പറ്റും. 5 months ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ പോലും നമ്മൾ ഒന്ന് കൂടുതൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പരീക്ഷ തന്നെയാണ് പ്രിലിംസ്. ഒന്നുമില്ലെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അടുത്ത കൊല്ലത്തേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴേക്ക് വളരെ നല്ലൊരു ഫൗണ്ടേഷനും വളരെ നല്ലൊരു ബേസും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു 5 months പ്രിപ്പറേഷന് ശേഷം. സോ യു ഗോട്ട് ദിസ് ആൻഡ് ടേക്ക് കെയർ.